ഈശോയെ, വരാൻ പോകുന്ന ആരാധനാ മണിക്കൂറിലെല്ലാം നീ തന്നെ അച്ഛനിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മരിയൻ ഉടമ്പടി നിബന്ധനകളിൽ പാലിക്കുന്നതിൽ വന്നുപോയിട്ടുള്ള പിഴവുകൾ പരിഹരിച്ച് കൂടുതൽ ദൈവസ്നേഹത്തോടെ മുന്നേറാൻ ഉതകുന്ന, സാക്ഷികളാക്കി ഞങ്ങളെ ഉയർത്താൻ ഉതകുന്ന വലിയ വചന ബോധ്യങ്ങൾ ഈ ആരാധനയിലുടനീളം നമുക്ക് ലഭിക്കണമേ എന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ ആരാധനാ മണിക്കൂറിൽ നിന്നെ സ്നേഹിച്ച് അറിഞ്ഞ് ആരാധിക്കുവാനുള്ള വലിയ അഭിഷേകം നമുക്ക് നൽകണമേ എന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ ഈ ധ്യാനത്തിൻ്റെ എല്ലാ ഭൗതിക സാഹചര്യങ്ങളെയും അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വരാൻ പോകുന്ന ഒക്ടോബർ 25 മഹാ അഖണ്ഡ ജപമാല റാലിയെ പ്രത്യേകമായിട്ട് നമുക്ക് അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. റാലിയുടെ എല്ലാ ഒരുക്കങ്ങളെയും പ്രത്യേകമായിട്ട് അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമാതാവിൻ്റെ വലിയ മേൽനോട്ടം ഞങ്ങളുടെ എല്ലാ കുറവുകളിലും, ഒപ്പം തന്നെ ഞങ്ങൾ തുടങ്ങി വച്ചിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ഉണ്ടാകണമേ എന്ന് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. റാലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുവാൻ പോകുന്ന ലക്ഷക്കണക്കിന് മക്കളെ മുൻകൂട്ടി അൾത്താരയിൽ കണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഈ അൾത്താരയിൽ ഉയർത്തണമേ എന്ന്, ഈശോയെ നിത്യതയിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകണമേ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് ഹൃദയത്തിൽ പ്രാർത്ഥിക്കാം. കൃപാസനത്തിൻ്റെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളെയും ഒരു നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, സമയബന്ധിതമായി എല്ലാം പൂർത്തീകരിക്കുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി നാളിതുവരെ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള മുഴുവൻ മക്കളെയും, ഈ ആലയത്തിൽ ഈ സമയമായിരിക്കുന്ന ഓരോ മക്കളുടെയും പ്രത്യേകമായ നിയോഗങ്ങളെ അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥനെ വരവേറ്റുകൊണ്ട് നമുക്കൊരു നിമിഷം ശക്തമായി ഇരുകരങ്ങളും ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, മഹത്വം മഹത്വം. ഈശോയേ, ഈ പ്രഭാത സമയം നിന്നെ അറിഞ്ഞ് ആരാധിക്കുവാൻ ഈ ആലയത്തിൽ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയതിന് നന്ദി പറയുന്നു. പരിശുദ്ധ ദൈവമാതാവിനോടൊപ്പം സിഹിയോൻ മാളികയിൽ അപ്പോസ്തലന്മാരുടെ പരിശുദ്ധാത്മാവിനെ അയച്ചതുപോലെ ഞങ്ങളുടെ മധ്യത്തിലേക്കും ആത്മാവിന്റെ ഈ ശക്തി അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുത്തൻ പന്തക്കുസ്ത അനുഭവം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ സാക്ഷികളാക്കി ഞങ്ങളെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം മഹത്വം, ആരാധന ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം മഹത്വം, ആരാധന ആരാധന. ഹല്ലേലൂയ, 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 മഹത്വം മഹത്വം, ആരാധന ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നമുക്കെല്ലാവർക്കും കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിന് അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളിതുവരെ ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ, ആരാധന ആരാധന, മഹത്വം ആരാധന ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ആത്മാവാൽ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും മൗനമായിട്ട് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ വിഷയങ്ങളും സമാനമായ വിഷമതകളിലൂടെ കടന്നു പോകുന്ന സഹോദരങ്ങളെയും പരിശുദ്ധതയും മാതാവിൻ്റെ മധ്യസ്ഥതയിൽ
ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നന്ദി, ദൈവമേ മഹത്വം, ദൈവമേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മയുടെ സന്നിധാനത്തിൽ വന്ന് എന്നെ സാക്ഷി ചൊല്ല അനുമതിച്ച അമ്മ മാതാവുക്കും அப்பா ஏசப்பாவுக்கும் கோடான கோடி நன்றி சொல்லிக்கிறேன். நான் தமிழ் என் பேர் பெர்ஜின் ஜோஸ். நான் கன்னியாகுமரி டிஸ்ட்ரிக்ட் திட்டங்கனாவில் என்ற இடத்துலேருந்து நான் வரேன். ஃபஸ்ட்டு என்னுடைய சாட்சியம் என் மம்மியுடைய உடம்படி வழி எனக்கு கிடைச்ச அனுகிரகம். ഞാൻ ചെന്നൈയിൽ ഒരു കമ്പനിയിൽ IT കമ്പനിയിൽ മെഡിക്കൽ കോഡറായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2023 ജനുവരി 1 എനിക്ക് ടൈഫോയിഡ് വന്ന് അത് കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് 2 മാസം കളിച്ച് പിന്നെയും എനിക്ക് ടൈഫോയിഡ്, കൊലൈറ്റിസ്, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഇതൊക്കെ എനിക്ക് വന്ന് நான் 2 நாள் ஆஃபீஸ் போவேன். அதுக்கடுத்து லீவ் எடுப்பேன். இப்படி கண்டினியூஸாக எனக்கு லீவ் எடுத்து எனக்கே ஒரு மாதிரி சங்கடம் ஆயிடுச்சு. அப்போ நான் ஒரு நாள் போய் என்னோடய கொலிக்கிட்ட போய் நான் இனி அப்ஸ்காண்ட் ஆக போகிறேன், என்னால் லீவ் கேட்க முடியலை, டெய்லி எனக்கு உடம்பு சரியில்லைன்னு சொல்லவும் பிடிக்கலை அப்படி சொல்லி நான் என் கொலிக்கிட்ட சும்மா சொல்லி வச்சேன். கொலிக் போய் என்னுடைய டீம் லீடர்கிட்ட போய் அதை இன்ஃபார்ம் பண்ணிட்டாங்க. அந்த சமயம் என்னுடைய மம்மி கிருபாசனத்தில் உடம்படி எடுத்திருந்தாங்க. அவங்க இங்கேருந்து எனக்கு கொரியரில் உப்பு கொரியர் பண்ணி அனுப்பி தந்தாங்க. அப்புறம் வாட்ஸ்அப்பில் காட்சியளித்தல் ஜெபம் எனக்கு அனுப்பி தந்து டெய்லி காலையில் 5:30 ஜெபம் சொல்லிவிட்டு உப்பு நீ ஆஃபீஸ்க்கு எடுத்துகிட்டு போய் உன்னோட டேபிளெல்லாம் போட்டு நீ ஒர்க் பண்ணு, உனக்கு எந்த பிரச்சனையும் வராதுன்னு சொல்லியிருந்தாங்க. அந்த டைமில் எனக்கு வந்து இனி சென்னையில் இருக்க வேண்டாம், வீட்டுக்கு போகணும், அந்த மாதிரி ஒரு தாட் வர ஆரம்பிச்சிருச்சு. நான் டெய்லி எனக்கு காலையில் 6 மணிக்கு வீட்டிலேருந்து கிளம்பணும். அப்போ டெய்லி 5:30 நான் வீட்டில் காட்சியளித்தல் ஜெபம் சொல்லிவிட்டு ரோட்டில் போகும்போது விஸ்வாச பிரமாணம் 7 தடவை பரலோகத்தில் மந்திரம் 7 தடவை ஜெபமாலை சொல்லிவிட்டு நான் அப்படியே நடந்து போவேன். அப்படி இருக்கும்போது ஒரு வாரத்துக்குள்ளே என்னுடைய TL என்கிட்ட வந்து நீங்கள் அப்ஸ்காண்ட் ஆக வேண்டாம், உங்களுக்கு எக்ஸ்பீரியன்ஸ் இருக்குல்ல, நீங்கள் எதுக்கு சும்மா அப்ஸ்காண்ட் ஆகணும், வேறு டீமில் உங்களுக்கு ஒர்க் ஃப்ரம் ஹோம் வந்து நான் மாற்றி தரேன் அப்படின்னு சொல்லிவிட்டு என்னை HR கிட்ட அனுப்புனாங்க. TLக்கு வந்து எனக்கு ஒர்க் ஃப்ரம் ஹோம் தர சம்மதம். ஆனால் HR வந்து என்ன சொல்லிட்டாங்கன்னா, வெறும் UTIக்காக உங்களுக்கு ஒர்க் ஃப்ரம் ஹோம் தர முடியாது. எனக்கு வந்து UTI மட்டும் இல்லை, அது கண்டினியூஸாக எனக்கு ஒரு நாள் ஏதாவது ஒரு பிரச்சனை வரும். சிஸ்டம் பார்க்க முடியாது, என்னால் ஒர்க் பண்ண முடியாது, போய் செக் பண்ணால் ஒரு பிரச்சனையும் இல்லை அந்த மாதிரி சொல்லுவாங்க. ஐ செக்கப் பண்ணோம் இந்த மாதிரி, அதுலேயும் எல்லாமே நார்மலாக இருந்தது. ஆனால் என்னால் சிஸ்டம் பார்க்க முடியாது, ஒன்றும் டைப் பண்ண முடியாது. இப்படி அவங்க HR கிட்ட விட்டப்போ அவங்க என்கிட்ட சரி நீங்கள் ஒரு மெடிக்கல் சர்டிஃபிகேட் கொண்டு வாங்க, எல்லாம் உங்களுக்கு சரி பண்ணி தரோன்னு சொன்னாங்க. அப்போ மெடிக்கல் சர்டிஃபிகேட் எடுக்கிறதுக்கு நாங்கள் ஃபுல் பாடி செக்கப் பண்ணலாம் அப்படின்னு சொல்லி நினச்சிட்டு நான் மாதாம்மாக்கிட்ட ஒரு ப்ரேயர் பண்ணேன். என்னென்னா, எனக்கு அந்த மெடிக்கல் சர்டிஃபிகேட் வேணும், நான் வீட்டுக்கு போகணும், நான் இனிமேல் சென்னையில் இருக்கலை. அப்போ எனக்கு நீங்கள் நான் எடுக்கிற மெடிக்கல் செக்கப்பில் எனக்கு ஏதாவது ஒரு நோய் காட்டணும். நீங்கள் நோய் காட்டிட்டு நான் ஆஃபீஸில் கொடுப்பேன், சர்டிஃபிகேட் ஆஃபீஸில் கொடுப்பேன். ஆனால் அதுக்காக நான் ஹாஸ்பிட்டல் போக மாட்டேன், நீங்களே என்ன சரி பண்ணால் போதும் அப்படின்னு சொல்லிவிட்டு நான் ப்ரேயர் பண்ணிவிட்டு நான் ஃபுல் பாடி செக்கப் பண்ண போயிட்டேன். அப்போது எல்லாத்துலேயும் எனக்கு நார்மல்னு தான் வந்தது, UTI இருந்தது. அப்புறம் ஹார்ட்டில் மட்டும் மிட்ரல் வால்வ் ப்ரொலாப்ஸ் அப்படின்னு சொல்லிட்டு பிளாக் லெட்டரில் எனக்கு டைப் பண்ணி அது நீங்கள் கார்டியாலஜிஸ்ட்டை போய் கன்சல்ட் பண்ணுங்கள் அப்படின்னு சொல்லி விட்டுட்டாங்க. நான் அந்த சர்டிஃபிகேட்டை கொண்டு போய் ஆஃபீஸில் கொடுத்தேன். அதை பார்த்த உடனே உனக்கு சரி நாங்கள் ஒர்க் ஃப்ரம் ஹோம் தரோன்னு சொல்லிட்டாங்க.
கார்டியாலஜிஸ்ட்டை போய் காட்டி எனக்கு இசிஜி எடுத்து பார்த்தப்போ எனக்கு ஹார்ட்டில் ஒரு பிரச்சனையும் இல்லை. அப்படி வேறு டீமில் மாற்றினதுக்கு பிறகும் அவங்க நீ வந்து 1 மந்த் இங்கே தான் கண்டினியூ பண்ணணும், 1 மந்த் ட்ரைனிங் முடிச்சுட்டு நீ வீட்டுக்கு போனால் போதும்னு சொன்னாங்க. ஆனால் எனக்கு வந்து காமன் டாய்லெட் யூஸ் பண்ண முடியாது. அதே எனக்கு மனசில் கொஞ்சம் இதாக இருந்தது. ஸோ அப்படியே நினச்சிக்கிட்டு இருந்தப்பயே திடீர்னு ஆஃபீஸில் இருக்கும்போது எனக்கு ஒரு பயங்கரமாக நெஞ்சு வலியும் தலை சுற்றி மயக்கம் போட்டு விழ போயிட்டேன். அப்போது எல்லா டிஎலும் என்னை வந்து பிடிச்சி நீ மண்டேலேருந்தே ஒர்க் ஃப்ரம் ஹோம் எடுத்துக்கோ அப்படின்னு சொல்லி என்னை விட்டுட்டாங்க. நான் இங்கே வந்துட்டேன். இதுதான் என்னோடய ஃபஸ்ட்டு அனுபவம். எனக்கு ஒரு நோயுமே இல்லை. ஆனால் மாதாமா நான் ஆசைப்பட்ட மாதிரி என்னை வீட்டுக்கு கொண்டு வந்து விட்டுட்டாங்க. அதுக்கடுத்து நான் அக்டோபர் 2, 2023 இங்கே வந்து உடம்படி எடுத்தேன். எனக்கு வந்து 1 இயராக கான்ஸ்டிபேஷன் இருந்தது. அது கான்ஸ்டிபேஷன்னா என்னால் டாய்லெட் போய் என்னால் மோஷன் போக முடியாது. 1 ஹவர் நான் டாய்லெட்டில் உட்காந்து அழுவேன். அதுக்கப்புறம் வந்து உட்காந்து வேலை பார்க்கணும், சேரில் உட்கார முடியாது, படுக்க முடியாது, பயங்கர வேதனையாக இருக்கும், அழுதுகிட்டே இருப்பேன். அப்படி ஃபஸ்ட் இங்கே வந்து நான் புதுப்பிச்சதுக்கு பிறகு நான் ஒரு நாள் கனவில் ஜோசப் அச்சனை கனவு கண்டேன். கரைஞ்சு பிரார்த்திக்கணும் அப்படின்னு சொல்கிற மாதிரி எனக்கு அந்த கனவு வந்தது. நான் டெய்லி மாதாவோட வெஞ்சரிச்ச உப்பு, தைலம், தேன் எல்லாம் தண்ணியில் போட்டு விசுவாச பிரமாணம் சொல்லி குடிப்பேன். அடி வயிற்றில் தைலம் பூசி பிரார்த்திப்பேன். அப்போது ஒரு தவசம் நான் தியானம் பார்த்துக்கிட்டு இருக்கும்போது நல்லா கரைஞ்சி ப்ரேயர் பண்ணி பிற்ற தவசத்துலேருந்து எனக்கு அந்த கான்ஸ்டிபேஷன் மாதிரி எனக்கு நார்மல் மோஷனாக போக ஆரம்பிச்சிது. நான் அப்போ மாதாமாக்கிட்ட கேட்டேன், இது இன்றைக்கி நார்மலாக போகுது, இது 1 வீக் இப்படியே நார்மலாக போச்சுன்னா நான் நம்புகிறேன், நீங்கள் என்ன சரி பண்ணிட்டீங்கன்னு நான் நம்புகிறேன்னு சொன்னேன். ஆனால் அன்னையிலேருந்து இன்றைக்கி வரைக்கும் எனக்கு திரும்ப அந்த கான்ஸ்டிபேஷன் வரவே இல்லை, அந்த வலியும் எனக்கு வரல. அதுபோல் யூரினரி ட்ராக்ட் இன்ஃபெக்ஷன், இதுவும் யூரினரி ட்ராக்ட் இன்ஃபெக்ஷன் என்னால் காமன் டாய்லெட் யூஸ் பண்ண முடியாது, பயங்கர ஸ்மெல்லாக இருக்கும், எனக்கே என்ன பிடிக்காது, அந்த மாதிரி இருந்தது, இச்சிங்காக இருக்கும். நான் டெய்லி இதே மாதிரி வெஞ்சரிச்ச உப்பு, தைலம் எல்லாம் நான் தண்ணியில் கலக்கி குடிப்பேன். அடி வயிற்றில் தைலம் பூசி பிரார்த்திச்சு, உப்பும் தேய்ச்சி பிரார்த்திச்சு. எனக்கு 2வது தடவை உடம்படி புதுப்பிச்சதுக்கு பிறகு அந்த யூடிஐ எப்போ மாறுச்சுன்னு என்னால் சொல்ல தெரியல. அப்படி எனக்கு அதுவும் இன்னும் வரைக்கும் 1 வருஷம் ஆச்சு, இன்னும் எனக்கு திரும்ப யூடிஐ எனக்கு வரவே இல்லை. ഞാൻ ഇവിടെ നിന്ന് മലയാള പത്രം, തമിഴ് പത്രം മേടിച്ചിട്ട് പോയി എന്നും വിശ്വാസ പ്രമാണം ചൊല്ലി அதில் தைலம் எல்லா பத்திரத்துலேயும் தைலம் பூசி பிரார்த்திச்சுட்டு இது யாருக்கு நான் கொடுக்கணுமோ அம்மா தான் கொடுக்கணும், நான் இல்லை கொடுக்குறதுன்னு சொல்லி ப்ரேயர் பண்ணி நாங்கள் எங்கள் வீட்டில் இருந்து பூவார் வரைக்கும் போவோம். போகிற வழியில் எத்தனை பஸ் ஸ்டாப் இருக்கோ எல்லா பஸ் ஸ்டாண்ட்லேயும் இறங்கி ஆள்கூட்டமான இடத்துல ஹிந்து, கிறிஸ்டின் யாருன்னு கூட பார்க்காம எல்லாருக்குமே நாங்கள் பத்திரம் கொடுப்போம். சில பேர் நாங்கள் எடுக்கும்போதே வாங்கிடுவாங்க, சில பேர் வாங்க மாட்டாங்க. அப்போ நான் சொல்லுவேன், நானே கிருபாசனத்தில் ஒரு பெரிய சாட்சி, இது நீங்கள் கண்டிப்பாக படிக்கணும் அப்படின்னு சொல்லி என்னோடய ரோகம் சௌக்கியமானதை நான் சொல்லி பத்திரம் எல்லாம் கொடுப்பேன். அதுக்கடுத்து அனாதை இல்லத்தில் போய் அவங்களுக்கு சாப்பாடு கொடுக்கறது, அங்கே தேவையான திங்ஸ் வாங்கி கொடுக்கறது, முதியோர் இல்லத்தில் போய் அவங்கக்கிட்ட கொஞ்சம் டைம் ஸ்பெண்ட் பண்ணுறது, இந்த மாதிரி. அப்புறம் எல்லாருக்கும் யாராவது காசு வேணும்னு கேட்டால் அவங்களுக்கு உடனே ஹெல்ப் பண்ணுவோம். டெய்லி பைபிள் வாசிப்பேன், 1 ஹவருக்கு மேலேயே வாசிப்பேன். நான் ஒரு சிஎஸ்ஐ, என்னாலும் டெய்லி ஜெபமாலை சொல்லி டெய்லி ப்ரேயர் பண்ணுவேன். குடும்ப பிரார்த்தனை, பைபிள் எல்லாமே நல்லா வாசித்து அம்மா மாதாவை இதுவரைக்கும் செய்த அனைத்து உதவிகளுக்கு கொடான கோடி நன்றி. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ആദ്യമായി അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യമായ ആൾത്താരയിൽ വന്നു നിന്ന് സാക്ഷ്യം പറയാൻ അവസരം നൽകിയതിന് അമ്മ മാതാവിനും യേശുവപ്പനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് വനജകുമാരി, ഇതെൻ്റെ ജീവിത പങ്കാളി കുമാരൻ, മകൻ ധീരജ് പി കുമാർ. ഞാൻ ഈ മകന് വേണ്ടിയാണ് ഉടമ്പടി എടുത്തത്. 2022 ജൂൺ 16 ആദ്യമായി ഉടമ്പടി എടുത്തത്. മകൻ +2 പരീക്ഷ മുതൽ
അവൻ്റെ 10ാം ക്ലാസ് വളരെ നല്ല മാർക്കോട് കൂടി പാസ്സായി. അതിനുശേഷം +1 പരീക്ഷ മുതൽ അവൻ്റെ പഠന കാര്യങ്ങളിൽ അവന് താല്പര്യമില്ലാതായി. നന്നായി പഠിക്കണം, ഡോക്ടറാവണമെന്നൊക്കെ ആഗ്രഹിച്ച മകൻ പിന്നീട് അവന് ഇനി ഞാൻ പഠിക്കുന്നില്ല, പഠിച്ചിട്ടൊരു കാര്യമില്ല എന്നുള്ളൊരു നിരാശ പോലെയായിരുന്നു അവന്. ഞങ്ങൾക്ക് വല്ലാത്തൊരു പ്രയാസമായി. അങ്ങനെ വർഷങ്ങളായി ഞാൻ മാതാവിലും യേശുവിലും വിശ്വാസമുള്ള വ്യക്തിയായിരുന്നു. ഞങ്ങൾ ക്രൈസ്തവരാണ്. അപ്പോൾ എൻ്റെ വീട്ടിലൊരു പത്രം, കൃപാസനം പത്രം ഉള്ളതായിട്ട് ഓർമ്മ വന്നു. മുമ്പ് അത് വീട്ടിലുണ്ടായിരുന്നപ്പോഴും എനിക്ക് അതിനെക്കുറിച്ച്, പത്രത്തെക്കുറിച്ച് അത്രയും അങ്ങോട്ട് ഞാൻ അതൊന്നും വായിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ മകൻ്റെ പഠനത്തിലുള്ള താല്പര്യക്കുറവൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ വളരെ സങ്കടമായി. ആ പത്രത്തിലെ ഒരു ഹെഡിങ് ഉടമ്പടിയിലൂടെ ഉടൻ പരിഹാരം എന്നുള്ള ആ ഒരു വാക്ക് എൻ്റെ മനസ്സിൽ സ്ട്രെസ് ചെയ്തു. ഉടനെ ആ പത്രമൊക്കെ തപ്പി ഞാനതെടുത്ത് നമുക്കിവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്നുള്ള ഒരു തോന്നലുണ്ടായി. ഇവിടെ വന്ന് ഞങ്ങൾ 2022 ഉടമ്പടി എടുത്തു. അന്ന് മുതൽ രാത്രി മുതൽ ഞങ്ങൾ പ്രാർത്ഥനകൾ 2 നേരം കൃത്യസമയത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ക്ലാസ്സുകൾ, മറ്റു കാര്യങ്ങൾ, മറ്റ് നിബന്ധനകളൊന്നും കൃത്യമായിട്ട് ചെയ്യാനായിട്ടുള്ള കഴിഞ്ഞിരുന്നില്ല. കൂടുതൽ അറിവുകളും ഉണ്ടായിരുന്നില്ല. കാരണം വളരെ വൈകിയാണ് ഞാൻ ആ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തത്. ഒന്നും എനിക്ക് അത്ര ഇതുണ്ടായിരുന്നില്ല. അപ്പോൾ ഏകദേശം 1 വർഷത്തോളം പ്രാർത്ഥനകൾ കാര്യമായിട്ട് നടത്തിയെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ എനിക്ക് തോന്നി നന്നായിട്ട് ഞാൻ കുറേയും കൂടി മാറേണ്ടതുണ്ട്, ഉടമ്പടി കാര്യങ്ങൾ കൂടുതൽ നിബന്ധനകൾ കൃത്യമായി പാലിക്കണമെന്നുള്ള അത് ഞാൻ പത്രമൊക്കെ നന്നായിട്ട് വായിച്ചിട്ട്, ആദ്യമൊക്കെ പത്രം കൊടുക്കാൻ മടിയായിരുന്നു, നാണക്കേടൊക്കെ ആയിരുന്നു. വീട്ടിൽ ഞാൻ ട്യൂഷനൊക്കെ എടുക്കുന്ന കുട്ടികളുടെ കയ്യിൽ കൊടുത്തു വിടും. വീട്ടിൽ ആരെങ്കിലും വരുമ്പോൾ അവരുടെ കയ്യിൽ കൊടുത്ത് അവസാനിപ്പിക്കലായിരുന്നു എൻ്റെ പതിവ്. പിന്നെ ഞാനത് പത്രം മുഴുവൻ വായിച്ച് പ്രാർത്ഥിച്ച ശേഷം ഏറ്റവും അർഹരായിട്ടുള്ള ആളുകൾക്ക് ഈ പത്രം എത്തിക്കാനായിട്ട് ശ്രമം തുടങ്ങി. ടൗണിലൊക്കെ പോയി ഓട്ടോറിക്ഷക്കാർക്കും മറ്റ് ഏറ്റവും ആവശ്യമുള്ള ആളുകൾക്ക് പത്രങ്ങൾ കൊടുക്കാനും മാതാവിനെക്കുറിച്ച് പറയാനും തുടങ്ങി. സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. പിന്നെ അച്ഛൻ്റെ ധ്യാനമൊക്കെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ, അത് അന്ന് കാണാൻ പറ്റിയില്ലെങ്കിൽ മറ്റു ദിവസങ്ങളിലൊക്കെ കണ്ട്, അപ്പോൾ കൂടുതൽ മാതാവിനെക്കുറിച്ച് അറിയാനും സാക്ഷ്യങ്ങളിലൂടെ ഒരുപാട് എൻ്റെ പോരായ്മകൾ എനിക്ക് മനസ്സിലാക്കാൻ തുടങ്ങി. ജീവിതത്തിൽ ക്ഷമിക്കാനും എൻ്റെ എല്ലാ നെഗറ്റീവ്സും മനസ്സിലായി. ഞങ്ങളതനുസരിച്ച് ഞങ്ങളുടെ ജീവിതം ക്രമപ്പെടുത്താൻ തുടങ്ങി. അങ്ങനെ നല്ല മാറ്റങ്ങൾ പിന്നെ വന്നു തുടങ്ങി. മകൻ പിന്നെ പരീക്ഷ എഴുതണം എന്നുള്ള ഒരു തോന്നൽ അവനിലുണ്ടായി. 2 വർഷം 2020 പരീക്ഷ കഴിഞ്ഞിട്ട് പിന്നെ 2024 4 വർഷം കഴിഞ്ഞിട്ടാണ് അവന് പരീക്ഷ എഴുതാനുള്ള ഈ മാറ്റങ്ങൾ വന്ന ശേഷം, എൻ്റെ നിബന്ധനകൾ കൃത്യമായി പാലിക്കാൻ തുടങ്ങിയപ്പോഴാണ് മകനിൽ ഒരു നല്ല മാറ്റം വന്നു തുടങ്ങിയത്. അങ്ങനെ അവൻ പരീക്ഷ എഴുതി. പരീക്ഷയ്ക്ക് പോകുമ്പോൾ അവൻ എന്നും മാതാവിനോട് പ്രാർത്ഥിച്ച്, അവൻ എപ്പോഴും പറയും, അമ്മേ ഞാൻ പോകുകയാണ്, ഞാൻ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഞാൻ തലയിൽ കൈവച്ച് നെറ്റിയിൽ തൈലം പുരട്ടി ഇങ്ങനെ കുരിശ് വരച്ച് പ്രാർത്ഥിക്കും. മാതാവിൻ്റെ ലോക്കറ്റ്, ചെറിയൊരു ലോക്കറ്റ് അച്ഛൻ തന്നിട്ടുണ്ടായിരുന്നു, അത് കൊടുത്തു വിടും. അങ്ങനെ അവൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വേണ്ടി അത് ജസ്റ്റ് ഒന്നൊക്കെ പേജൊക്കെ ഒന്ന് മറച്ച് നോക്കി ട്ടുള്ളൊരു ഇതുള്ളൂ. അവൻ നന്നായിട്ടൊന്നും പഠിച്ചിട്ടൊന്നല്ല പോണത്, മാതാവിനോട് പ്രാർത്ഥിച്ച് അങ്ങനെ പോവുകയായിരുന്നു. അച്ഛൻ എപ്പോഴും പറയാറില്ല, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, മാതാവിൻ്റെ കൃപയാലാണ്. അവൻ പരീക്ഷ എഴുതി, എല്ലാ പരീക്ഷകളും കൃത്യമായിട്ട് പങ്കെടുത്ത് പരീക്ഷ എഴുതി. റിസൾട്ട് വരുന്ന ദിവസം എല്ലാവരുടെയും റിസൾട്ട് വന്നു. 2 ദിവസമായിട്ട് ഇവൻ്റെ റിസൾട്ട് നോക്കുമ്പോൾ കാണുന്നില്ല. അപ്പോൾ ഞാനത് തോറ്റിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ വിതൽഡായിരിക്കും എന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ദിവസം സന്ധ്യാസമയത്ത് പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഹസ്ബൻഡ് മൊബൈലിൽ നോക്കി റിസൾട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ തന്നെ ഹസ്ബൻഡ് പറഞ്ഞുകൂടി ഇവൻ ജയിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ മാതാവിനെ വിളിച്ചത്, എൻ്റെ മാതാവേ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞിങ്ങനെ പ്രാർത്ഥിച്ചു.
അപ്പോൾ പിറ്റേ ദിവസം തന്നെ ഞാൻ വന്ന് സാക്ഷ്യം പറയാം, എൻ്റെ മകനെ ജയിപ്പിച്ചാൽ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ 25-ാം തീയതി ആയിരുന്നു, ജനുവരി 2025 ജനുവരി. 2 ആഴ്ച കഴിഞ്ഞ് ഇവിടെ ഞാൻ തനിച്ച് വന്നപ്പോൾ മകനും കൂടെ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇന്നലെ ഇതുപോലെ സന്ധ്യാസമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ മകൻ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഞാൻ മകനോട് പറഞ്ഞു, മോനെ നമുക്കൊന്ന് കൃപാസനം വരെ പോയാലോ എന്ന് പറഞ്ഞു. അപ്പോൾ പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല, ശനിയാഴ്ചയൊക്കെ വരാം എന്നുള്ളൊരു തീരുമാനം. അങ്ങനെ അപ്പോൾ അവൻ അപ്പം തന്നെ അമ്മ നമുക്ക് നാളെ തന്നെ പോകാമെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇന്ന് വരാൻ വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ചെയ്ത് വണ്ടിയൊക്കെ ഒരുക്കി രാവിലെ അവൻ നേരത്തെ ഉണർന്ന് ഞങ്ങളിവിടെ എത്തി. അതുപോലെ ഇവിടെ വന്ന് സാക്ഷ്യം പറയാനായിട്ട് അവൻ സമ്മതിച്ചു. വളരെയധികം നന്ദിയുണ്ട്. ഒരുപാട് അനുഗ്രഹങ്ങൾ അവൻ്റെ ജീവിതത്തിൽ തന്നെ. അവന് 2 പ്രാവശ്യം കാറ് ഓടിച്ച് വരുമ്പോൾ, അവൻ കാറ് നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ആളാണ്. കാറ് ഒരു പൂച്ച കുറുകെ ചാടിയിട്ട് കാറ് ഇങ്ങനെ വട്ടം കറങ്ങി ഒരു മതിലിൽ ചെന്നിടിച്ചു. പക്ഷെ അവന് യാതൊരു ആപത്തും ഉണ്ടായില്ല. അമ്മ മാതാവ് കാത്തു. അതുപോലെ അവൻ എക്സാം കഴിഞ്ഞിട്ട് കാർ ഓടിച്ച് വരുന്ന സമയത്ത് ഒരു ടേണിങ് തിരിയുന്ന സമയത്ത് കാർ ഇതുപോലെ മറഞ്ഞു കിടക്കുകയാണ്. ഇവനെ മറ്റുള്ളവർ വന്ന് എടുത്തു. യാതൊരു പവറിലും കൂടാതെ അമ്മ മാതാവ് കാത്തുരക്ഷിച്ചു. അതുപോലെ ഒരു സ്കൂട്ടർ ആക്സിഡൻറ്റ്, 2 സ്കൂട്ടർ വന്ന് ഇടിച്ചു. ഇവൻ്റെ മുന്നിൽ ഓടിച്ച പയ്യനും എതിരെ വന്ന ആൾക്കും അപകടങ്ങൾ സംഭവിച്ചു. ഇവനൊന്നും സംഭവിച്ചില്ല. ഇവന് വിശ്വാസം വർദ്ധിച്ചു, മാതാവിനോടുള്ള അതാണ് ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന ഞങ്ങൾ ഞങ്ങൾ ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ ഇവൻ്റെ കാര്യമാണ് എഴുതിയത്. ഞാൻ രണ്ടാമതും ഒക്ടോബർ 2023 ഉടമ്പടി പുതിയതായിട്ട് എടുത്തു. അതിൽ ഒന്നാമത് ഞാൻ വെച്ച നിയോഗം ഞങ്ങളുടെ ഈ തിരുക്കുടുംബം മരണം വരെ വിശ്വാസത്തിൽ ജീവിക്കാനും മാതാവിലുള്ള വിശ്വാസം പരിശുദ്ധാത്മാവ് നിറവിന് വേണ്ടിയായിരുന്നു. അത് ഞങ്ങൾക്ക് സാധിച്ചു തന്ന അതാണ് എനിക്ക് പറയാനുള്ള ഏറ്റവും വലിയ സാക്ഷ്യം. ഞങ്ങളെ വിശ്വാസത്തിൽ മരണം വരെ നിലനിർത്തി കൊണ്ടുപോകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മാതാവ് ഞങ്ങളുടെ കുടുംബത്തിന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി അർപ്പിച്ചുകൊണ്ട്. എൻ്റെ പേര് ധീരജ്. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു 3-4 കൊല്ലം വെറുതെ ഇരുന്നു. അപ്പോഴാണ് അമ്മ വന്നിട്ട് ഉടമ്പടി സ്വീകരിക്കാൻ പറയണേ. അത് സ്വീകരിച്ച് കഴിഞ്ഞിട്ട് ഒരു കൊല്ലത്തിനുള്ള എക്സാമൊക്കെ കഴിഞ്ഞ് ആകെ സെറ്റായിട്ടുണ്ട്. ലോക്കറ്റും കൊണ്ടുപോയി അങ്ങനെ എക്സാം എഴുതി ജയിച്ചു. മാതാവ് ജയിപ്പിച്ചു. മാതാവിന് നന്ദി.